ധനുരാശിക്കാർക്ക് 18/10/2025 വ്യാഴമാറ്റം മൂലം, പൂരാടം, ഉത്രാടം കാൽ അടങ്ങുന്നതാണ് ധനുരാശിക്കൂറ്. ധനുരാശി എന്നുള്ളതൊരു യുദ്ധരാശിയാണ്. ആ രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. സപ്തമഭാവത്തിൽ നിന്ന് ഉള്ള പെട്ടെന്നുള്ള അഷ്ടമഭാവത്തിലേക്ക് വരുന്ന ഈ സമയത്ത് യാത്രകൾ വല്ലതും പുറപ്പെട്ട് പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് അത് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ടാവും. അതുപോലെ കുറച്ച് ഇതുവരെ സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഷ്ടപ്പാടിലേക്ക് നയിക്കുന്നതാണ് ഈ 8-ലെ വ്യാഴത്തിൻ്റെ സ്ഥിതി. അതുപോലെ ധനം ആവശ്യമില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുവാനോ സാഹചര്യം ഉണ്ടാവാം. കൂടാതെ ഈ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വല്ലതും വഴക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ അത് എന്താ പറയുക, സംഘടനകളിലൊന്നും പോയി ചെന്ന് ഇടപെടാനുള്ള ആ സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ യാത്രകളിൽ ശ്രദ്ധിക്കേണ്ട അപകട സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ ശനിയുടെ അവസ്ഥ കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വല്ല അറിയാതെ ചെയ്തു പോകുന്നതായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവകരമായിട്ട് വല്ലതും പ്രശ്നങ്ങളായിട്ട് വരികയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ദുഃഖമുണ്ടാക്കുന്ന രീതിയായി മാറാതെയും നോക്കണം. അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ നോക്കണം. വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാനുള്ളത് ആവുന്നത് നോക്കുക. വ്യാഴത്തിൻ്റെ അഷ്ടമസ്ഥിതിയും 4-ലെ ശനിയും കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നൊരു സാഹചര്യമാണ് ഈ രാശിക്കാർക്ക് ഇപ്പോൾ ഉള്ളത്. പിന്നെ കുടുംബത്തിൽ ഇപ്പം മാതാവിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാരോടാണെങ്കിലും പറഞ്ഞു പോയ വാക്കുകൾ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏത് രീതിയിലാണെങ്കിലും നേടിയെടുക്കണം എന്നുള്ളൊരു കാര്യമുണ്ടാവും. അത് ചിലപ്പോൾ തൽക്കാലം ഒരു മനസ്സിന് സുഖമൊക്കെ നൽകുമെങ്കിലും ചില ദുഃഖങ്ങൾ അവശേഷിക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഈ കാരണത്താൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള സൗഭാഗ്യം നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. അതുപോലെ രോഗകാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കഫജന്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഉദരവ്യാധികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശുഭം.